ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജൂൺ 10th നടക്കുന്ന ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ജൂൺ 10th നടക്കുന്ന എക്സാം ITI ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അതായത് കുറേ ഇലക്ട്രീഷ്യൻ ഇൻ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ ഇലക്ട്രിക്കൽ ഹെൽപ്പർ ഇൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ്, അതുപോലെ ഇലക്ട്രീഷ്യൻ ഇൻ KWA, ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ ഇൻ പെട്രോൾ പാം ഇന്ത്യ, അങ്ങനെയുള്ള കുറേ എക്സാംസുകൾ എന്താണ് ആ ഒരു ദിവസമാണ് നമുക്കത് നടക്കുന്നത്. അപ്പോൾ ഒരു എക്സാം ITI ബേസ്ഡ് ആണ്, ഡിപ്ലോമ ലെവലല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നടത്തേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂളിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോകേണ്ടതെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വരാം. അപ്പോൾ ഫസ്റ്റ് കേസ് തന്നെ കാണാൻ പറ്റുന്നില്ലേ, ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി, അതായത് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടാണ് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതിനകത്ത് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് പോവേണ്ടത്. അത് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഓംസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്സ്. അപ്പോൾ ഫ്ലക്സ് എന്താണ്, സോൾഡറിങ് അല്ലേ, സോൾഡറിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ഊന്നൽ കൊടുത്ത് തന്നെ നന്നായി പഠിച്ചു പോവുക. കാരണം ആ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ഇലക്ട്രീഷ്യൻ സോൾഡർ, ഫൈൻ സോൾഡർ, ടിൻമാൻ സോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ലെവൽ, എത്ര പെർസെൻറ്റേജ് ആണ് ഓരോന്ന് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഫ്ലക്സും, അതായത് സോൾഡറിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അതേപോലെ റെസിസ്റ്റിവിറ്റി എന്താണ്, അതിൻ്റെ ഫോർമുല നോക്കുക, യൂണിറ്റ്സുകൾ നോക്കുക. അതെന്നൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും വന്ന് കാണാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നന്നായിട്ട്, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസിലെ പോസിറ്റീവ്, അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്യും അല്ലേ ഓരോ മെറ്റീരിയലിനെയും, അതായത് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ അവിടെ വരുന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യൻസുകളൊക്കെ ഒന്ന് നോക്കുക. പോസിറ്റീവ് ടെമ്പറേച്ചർ ആണോ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഏതിനാണ്, അതായത് കണ്ടക്ടറും ഇൻസുലേറ്ററിൻ്റെ കേസിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾ എന്ന് പറയുന്നത്. തിയറി പോർഷൻസ് ആണ്. അപ്പോൾ അതും നന്നായി നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു 10 മാർക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, വേറൊരു എക്സാം ബാക്കിൽ വരുന്നുണ്ടാവും. അതായത് ഇലക്ട്രീഷ്യനോ ലൈൻമാനോ വന്നിട്ട് എക്സാം വരുന്നുണ്ടാവും. അതുപോലെ ഓപ്പറേറ്റർ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് ഓഗസ്റ്റ് ടൈമിൽ അല്ലേ, ഓഗസ്റ്റിൽ ആ ഒരു മന്തിൽ ഓപ്പറേറ്റർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കുമ്പോൾ എന്താണ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യങ്ങൾ, കണ്ടന്റുകൾ നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ കൂടുതലായിട്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നോക്കി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന കേസിൽ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോവേണ്ടത് ഈ ഒരു ഫ്ലക്സും അതിൻ്റെ സോൾഡറിങ് ടെക്നിക്സ് നന്നായി നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾ, കാരണം അതൊക്കെ തിയറി പോർഷൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി. നെക്സ്റ്റ് നമ്മുടെ മൊഡ്യൂൾ 2ലേക്ക് പോവുകയാണ്. അതും എന്താ, 10 മാർക്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതും റിലേറ്റഡ് ആയിട്ട് നോക്കിയാൽ ഓംസ് ലോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായും പഠിക്കേണ്ടത്. ഓംസ് ലോ എന്താണ്, ഓംസ് ലോയിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അതെങ്ങനെയാണ്, ലീനിയർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ. ആ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്, നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഇതിന്ന് ഈസി ആയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് മാർക്ക് സ്കോർ ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ വരുന്നത് ക്രിച്ചോഫ്സിൻ്റെ കറണ്ട് ലോ, അതുപോലെ വോൾട്ടേജ് ലോ നോക്കുക, കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് ചാർജ് ഇതൊക്കെയാണെന്നെല്ലാം നോക്കി പോവേണ്ടതാണ്. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് എന്നും വരാറുണ്ട്. ക്രിച്ചോഫ് ലോവിൻ്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ വന്ന് കാണാറുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ എഫക്ട്സ് ഓഫ് വേരിയസ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, എങ്ങനെയാണ് വേരിയേഷൻ, ടെമ്പറേച്ചർ വേരിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അത് വളരെ സിമ്പിളാണ്. കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്. ഹീറ്റിംഗ് എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കില്ലേ, ഹീറ്റിംഗ് എഫക്റ്റിൽ വരുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ലോസ് ഓഫ് റെസിസ്റ്റൻസ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ അത് നന്നായി നോട്ട് ചെയ്യുക. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഈ ഒരു മൊഡ്യൂളിലും ഉണ്ട് റെസിസ്റ്റൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആകും. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസിന്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫുൾ എന്താണ്, സെൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം പ്രൈമറി സെൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ. തിയറി പോർഷൻസ് ആണ് കേട്ടോ. ഇതിന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചെറിയ ക്വസ്റ്റ്യൻസ്, അതായത് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസിൽ വരുന്നത് സീരീസ് ആൻഡ് പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും അല്ലേ. അപ്പോൾ വരുന്ന ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിൽ നോട്ട് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ല് നോക്കുക. പ്രൈമറി സെൽസ് ഉണ്ട്, സെക്കൻഡറി സെൽസ് ഉണ്ട്. പ്രൈമറി സെൽസിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അത് നന്നായി നോട്ട് ചെയ്യുക. അതുപോലെ സെക്കൻഡറി സെല്ലാണെങ്കിലും ലെഡ് ആസിഡ് ബാറ്ററി പോലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കുക, പോസിറ്റീവിൽ നെഗറ്റീവിൽ, അതുപോലെ ആനോഡിൽ എന്താ കാഥോഡിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കണം. തിയറിയാണ്, നന്നായി പഠിച്ചാൽ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഗ്രൂപ്പിംഗ് ഓഫ് സെൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാരലൽ, അതുപോലെ സീരീസ് ഗ്രൂപ്പിംഗ്, പാരലൽ ഗ്രൂപ്പിംഗ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സെൽ എങ്ങനെയാണത്, പക്ക തിയറി പോർഷൻസ് ആണ് കേട്ടോ. എന്തൊക്കെ കെയർ ആണ്, അധികം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മളതൊന്ന് നോട്ട് ചെയ്യുക. കെയർ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നോക്കുക. പിന്നെ ഇതെന്താണ്, ഡിഫക്ട്സ് ആണ്, ബക്ലിംഗ് സെഡിമെൻറ്റേഷൻ, അതായത് സെൽസിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ചിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ എന്ന ഭാഗത്തു നിന്ന് തിയറി പോർഷൻസ് ആയതുകൊണ്ട് എന്താണ് കൂടുതലും നമ്മളതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. സെല്ലിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫക്ട്സ്, അതായത് പാരലൽ ഗ്രൂപ്പിംഗ്, സീരീസ് ഗ്രൂപ്പിംഗ് ആകുമ്പോൾ എന്താണ്, അതിൽ ചെറിയ പ്രോബ്ലംസ് അവിടെ വന്ന് കാണാറുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ. ഇനി വരുന്നത് നമ്മളുടെ മാഗ്നറ്റിസം ആണ്, തേർഡ് മൊഡ്യൂളിൽ അല്ലേ. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതായത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക് പോലുള്ള ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ എക്സാമ്പിൾസ് നന്നായി നോക്കുക. പെർമിയബിലിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് അതായത് നമ്മൾ ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ടേബിളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അല്ലേ. ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. പിന്നെ വരുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് റൂൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡി സി ജനറേറ്റർ, അതുപോലെ ഡി സി മോട്ടറിൻ്റെ കേസിലൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ഫിംഗർ, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഫോർ ഫിംഗർ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ മിഡിൽ ഫിംഗർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഫിംഗേഴ്സിൻ്റെയും റെപ്രസെൻറ്റേഷൻ. ചില സമയത്ത് നമുക്ക് എന്താണ് ഫിംഗർ തന്നിട്ട് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത്, ഫോർ ഫിംഗർ എന്തിനാണ്, അതുപോലെ മിഡിൽ ഫിംഗർ എന്തിനാണ്, തമ്പ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതായത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്, MMFൻ്റെ യൂണിറ്റ്, ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്, റിലക്റ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ടേംസ് റിലേറ്റഡ് ടു ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലേ. അതിൻ്റെ ടേംസുകൾ കുറേ എണ്ണം ഉണ്ട്. ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, അതിൻ്റെയൊക്കെ റെസിപ്രോക്കൽ, പെർമിയൻസ്, പെർമിറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതിൻ്റെ യൂണിറ്റുകൾ പഠിച്ചു പോകണം. അതിൻ്റെ ഇക്വേഷൻ, അതായത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, MMFൻ്റെ ഇത് ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് ആയിട്ടും വരാം, MMF കണ്ടുപിടിക്കാനായിട്ട് തരാം. ഓക്കെ, അതിൻ്റെ യൂണിറ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ വരുന്നത് എന്താ, നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, കപ്പാസിറ്ററിൻ്റെ ടൈപ്സ്, അതുപോലെ ഫംഗ്ഷൻ. കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം, പാരലലായി കണക്ട് ചെയ്യുമ്പോൾ എന്ന രീതിയിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ പഠിക്കുമ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും മാറി വരാം അല്ലേ. അപ്പോൾ നിങ്ങൾ അതൊക്കെ കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ ആ ഒരു മൊഡ്യൂളിൽ. അപ്പം തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആണ്. അപ്പോൾ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ, ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാം, മിസ്റ്റേക്ക് തന്നിട്ട്. അതായത് 3 സ്റ്റേറ്റ്മെൻറ്റ് ആണ്, പാരാമാഗ്നറ്റിന് എക്സാമ്പിളോ ഡയാമാഗ്നറ്റ്, ഫെറോ മാഗ്നറ്റിനൊക്കെ എക്സാമ്പിൾ തന്നിട്ട് ഏതെങ്കിലും മിസ്റ്റേക്ക് തന്നിട്ട് ഏതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിലൊക്കെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നന്നായി പഠിച്ചു പോകേണ്ടതാണ് കേട്ടോ. ഇനി വരുന്നത് മൊഡ്യൂൾ 4 നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് ആണ്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. എങ്ങനെയാണ് ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്, അവിടെ കുറച്ച് ടേംസ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ടൈം പീരീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഇവിടെ എന്താ, ജസ്റ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അത് മാത്രം നോട്ട് ചെയ്ത് പോയാൽ മതിയോ, പോരാ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസുകൾ, ചിലപ്പോൾ ടേംസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വന്ന് കാണാറുണ്ട്. അതായത് ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അതൊക്കെ പഠിക്കണം. ജസ്റ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകേണ്ടതാണ്. ഇനി വരുന്നത് എർത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എർത്തിങ് പറയുമ്പോഴും അതുപോലെ തന്നെ തിയറി പോർഷൻസ് ആണ്. എർത്തിങ്ങിനകത്ത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ, നമുക്കറിയാം പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, അങ്ങനെയുള്ള കുറേ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ സൈസും കാര്യങ്ങളും അവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയുള്ളത്. റോഡ് എർത്തിങ്, അങ്ങനെയുള്ള കുറേ എർത്തിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് വയറിംഗ്, ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീറ്റ് വയറിംഗ്, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്
വയറിംഗ്, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഫുൾ തിയറി, അതായത് എർത്തിങ് പറയുന്നതും അതുപോലെ ടൈപ്പ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രേഡിംഗ് ഓഫ് കേബിൾസ് ആൻഡ് വയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റേറ്റിംഗ്, കറണ്ട് റേറ്റിംഗ് ഏത് രീതിയിലാണ്, അതുപോലെ ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷർ ചെയ്യുന്നതൊക്കെ എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ തിയറി പോർഷൻസ് ആണ് കൂടുതലും ഈ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഭാഗം പഠിക്കുക കേട്ടോ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഒന്ന് ഇരുന്നാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യുക, ഒരു നോട്ടിൽ മാർക്ക് ചെയ്യുക. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി വരുന്നത് എന്താ, നമ്മുടെ DC മെഷീൻസ് ആണ് അല്ലേ. മെഷീൻസിൽ അറിയാം, DC മെഷീൻ്റെയും DC മോട്ടറിൻ്റെയും കൺസ്ട്രക്ഷൻസ് ഒക്കെ സെയിം ആണ്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പറയുന്നില്ല അത് കാര്യങ്ങളൊന്നും. അപ്പോൾ അതിൻ്റെ എന്താ, DC ജനറേറ്ററിൻ്റെ ടൈപ്സ്, EMF ഇക്വേഷൻ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് സീരീസ്, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ ക്ലാസിഫിക്കേഷൻ, അതുപോലെ DC മോട്ടറിൻ്റെ ടൈപ്സ്, DC മോട്ടറിൽ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ 3.4 പോയിൻറ്റ്, പിന്നെ സ്പീഡ് കൺട്രോളിങ് ലെവലൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു പോകേണ്ടത്. ഇപ്പോൾ DC മെഷീൻസ് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുക, DC മെഷീൻസിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുക, EMF ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. കുഴപ്പമൊന്നുമില്ല, നമുക്ക് വരും. എന്തായാലും അത് റിലേറ്റഡ് ആയിട്ട് ചെറിയ പ്രോബ്ലംസ്, അതിൻ്റെ അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കുക. സീരീസ്, ഷണ്ട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. കുറച്ച് പ്രോബ്ലംസും വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോവുക കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ AC മോട്ടർ എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ്. സാധാരണ എന്താ പറയുക, രണ്ടും കൂടി ഒരുമിച്ചിട്ടൊക്കെയാണ് കാണാറുള്ളത് അല്ലേ, DC മോട്ടറും AC മോട്ടോഴ്സൊക്കെ. പക്ഷേ അതിലെന്താണ്, രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. AC മോട്ടർ തരുമ്പോൾ അതിൽ സിംഗിൾ ആൻഡ് 3 ഫേസ് AC മോട്ടറിൻ്റെ സ്റ്റാർട്ടേഴ്സ് സിംഗിൾ ഫേസിൽ, അതുപോലെ 3 ഫേസിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ, സ്ലിപ്പ് മോട്ടോ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അപ്പോൾ എല്ലാ സ്റ്റാർട്ടേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്റ്റാർട്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് പോവേണ്ടതാണ്. പിന്നെ വരുന്നത് AC മോട്ടർ പാനൽ വയറിംഗ് ഫേസ് സീക്വൻസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പിന്നെ മൊഡ്യൂൾ 7 ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമർ എന്നായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാൻ പോവുക. അതായത് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡക്ഷൻ ടൈപ്പ്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, കൺട്രോളിംഗ് ടോർക്കുകൾ, അതുപോലെ ഡാമ്പിംഗ് ടോർക്ക്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ഇതെല്ലാം തിയറി പോർഷൻസ് ആണ്. ഈ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ എന്താ, ബേസിക് കൂടുതലായിട്ടില്ല, ഇൻ ഡെപ്തിലോട്ടൊന്നും പോയിട്ടില്ല ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കുക. അതായത് ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ്, അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് എപ്പോഴും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻസ് നോട്ട് ചെയ്യുക. അവിടെ യൂസ് ചെയ്യുന്ന നോക്കിയ ടോർക്കുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോർക്ക്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. സ്പ്രിംഗ് കൺട്രോൾ, അതുപോലെ ഡാമ്പിംഗ് കൺട്രോൾ, അതിലൊക്കെ എന്തൊക്കെയാണ്, സ്പ്രിങ്ങിൽ ഏത് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ, EMF ഇക്വേഷൻ, അതിൻ്റെ ഓപ്പറേഷൻ, പാരലൽ ഓപ്പറേഷൻ, ട്രാൻസ്ഫോമറിൻ്റെ കൂളിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഏതൊക്കെയാണ്, ട്രാൻസ്ഫോമറിൻ്റെ കാര്യങ്ങൾ നോക്കുക. ചെറിയ പ്രോബ്ലംസ് നമുക്ക് ഇവിടെ നിന്ന് വരാം. അതായത് ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി വരുന്നത് അടുത്തത് എന്താ, മൊഡ്യൂൾ 8 തിയറിയാണ്. തിയറി പോർഷൻസ് ആണ് കൂടുതലായിട്ട്. അതായത് ഇലുമിനേഷനും ബേസിക് ഇലക്ട്രോണിക്സ് കൂടി ചേർന്നിട്ടുള്ളതാണ് ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇലുമിനേഷൻ ചെറിയൊരു ഭാഗമാണെന്ന് വന്ന് വിട്ടുപോകരുത്. അതിൽ ലാമ്പുകൾ പഠിക്കാനുണ്ട്, അതുപോലെ ലോസ് ഓഫ് ഇലുമിനേഷൻ നോക്കണം. പിന്നെ കുറച്ച് ടേംസുകൾ, സോളിഡ് ആംഗിൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് പോകണം. അതായത് യൂണിറ്റ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഇലുമിനേഷൻ എന്ന ചെറിയ ഭാഗമാണെന്ന് വിടരുത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ലോസ് ഓഫ് ഇലുമിനേഷൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ആ ടേംസുകൾ, കാൻഡിൽ പവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, യൂണിറ്റ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലുമിനേഷൻസ് നോട്ട് ചെയ്യുക. പിന്നെ ടൈപ്പ് ഓഫ് ലാമ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാമ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പവർ എത്ര റേറ്റിംഗ് ആണ്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളുടെ ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ബേസിക് ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ എന്താണ്, അതിൽ P ടൈപ്പ്, N ടൈപ്പ് സെമി കണ്ടക്ടർ, ഡോപ്പിംഗ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ
നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഈ ഒരു ഏരിയ പഠിച്ചു പോകേണ്ടതാണ്. ഇനി മൊഡ്യൂൾ 9 വരുന്നത് നമ്മുടെ പവർ ജനറേഷനാണ്. ജനറേഷൻ പറയുമ്പോൾ നിങ്ങൾ നോക്കും ആകെ 2 ഭാഗങ്ങളല്ലേ ഉള്ളൂ. അതായത് ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി വരുന്നുണ്ട്, വേരിയസ് ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ അല്ലേ ഉള്ളൂ. ഈസി ആണെന്ന് വിചാരിക്കരുത്. അതിനകത്തും കുറേ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. അതുപോലെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പാരിസൺ AC ആൻഡ് DC ട്രാൻസ്മിഷൻ ആണെന്ന് പറഞ്ഞു പോകരുത്. അതിലുള്ള എല്ലാം, കാരണം ആകെ 2 ഇതേ തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ന് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ച് പോകരുത്. സ്റ്റാർട്ടിങ് അതായത് ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരൊക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ ആൾക്കാർക്ക് അത് ചെറിയൊരു സിലബസ് അല്ല, ഇത്രയും പഠിച്ച് പോയാൽ മതി എന്ന് വിചാരിക്കും. മുമ്പ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്കൊക്കെ എന്താണ് അറിയാൻ പറ്റും അതിനകത്ത് എത്ര കണ്ടന്റ് ഉണ്ട്, എന്തൊക്കെയാണ് പഠിച്ചു പോകേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കേസുകളാണ് അല്ലേ. പക്ഷേ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇൻസുലേറ്റേഴ്സ് അതിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ ജനറേഷൻ, വേരിയസ് സോഴ്സ് ഓഫ് എനർജി റിസോഴ്സസ്, അതായത് വിൻഡ് അല്ലേ, അതുപോലെ സോളാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള, അതായത് നമ്മളുടെ റിന്യൂബിൾ എനർജി, അതുപോലെ നോൺ റിന്യൂബിൾ എനർജി സോഴ്സസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നന്നായി പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ കുറച്ച് സമയമുണ്ടല്ലേ നമ്മുടെ കയ്യിൽ, കുറച്ച് അതായത് മിനിമം ഒരു 2 months നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഡെയിലി ഓരോ മൊഡ്യൂളിലും കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ട് വീണ്ടും റിവിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓരോന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിലെ മെറ്റീരിയൽസ്, അതായത് എന്തൊക്കെയാണ് ടോപ്പിക് വരുന്നത്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും, എങ്ങനെയാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതിനുള്ള ഒരു കോൺഫിഡൻറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി എക്സാം എഴുതുക. ഒരുപാട് എക്സാംസിന് കൂടി ഒറ്റ എക്സാം അല്ലേ, ഒരുപാട് കാറ്റഗറി നമ്പേഴ്സ് ഇതിനകത്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാത്തിനും കൂടി എന്താ ഒരൊറ്റ എക്സാമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു റാങ്കിലോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.